അതിൻ്റെ പണി പൂർത്തീകരിച്ച് നന്നായി ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിഷേധ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് വന്നു ചേർന്ന ഏവരെയും നാട്ടുകാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിനായിട്ട് എറണാകുളം ജില്ലാ ലീഗൽ സെല്ലിൻ്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു പി തോമസ് അവരുകളെ സ്വാഗതം പറയുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, പള്ളിക്കര നിവാസികളെ, ഞങ്ങൾ ഇങ്ങനെയൊരു പ്രതിഷേധ യോഗം ഈ പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ധൂർത്ത്, അഴിമതി എന്നിവ അവസാനിപ്പിക്കുക എന്ന ആത്മാത്മയുടെ എക്കാലത്തെയും മുദ്രാവാക്യത്തിൽ കണ്ടെത്തിയ ഒരു ധൂർത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ആ ധൂർത്ത് ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലാണ്. ഈ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് 2020 ഇതിന് തൊട്ട് വടക്കുവശമുള്ള ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം പണി തുടങ്ങി. ഏകദേശം 31,29,000 രൂപ അതിന് ചെലവാക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റേഡിയം പണി എങ്ങും എത്തിയില്ല. കാസ്റ്റ് അയൺ കൊണ്ട്, ഗർഡറുകൾ കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി, 8 പില്ലറുകളോട് ചേർത്തിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആ പണി അവിടെ അവസാനിച്ചു. 2020 പുതിയ തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി അധികാരമേറ്റു. ഈ മുടങ്ങിപ്പോയ 31,29,000 രൂപയുടെ വർക്ക് പാതി വഴിയിൽ, ആർക്കും ഒരു പ്രയോജനവുമില്ല. അതിൻ്റെ ചുവട്ടിൽ പുല്ല് കയറി കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ. ഈ സ്റ്റേഡിയം പണിയുമ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് ഒളിമ്പ്യൻ ശ്രീജേഷിനോടുള്ള ആദരവായി കുന്നത്തുനാട് പഞ്ചായത്ത് സ്റ്റേഡിയം പണിയുന്നു എന്നാണ്. പക്ഷേ സ്റ്റേഡിയം പാതി വഴിയിൽ എത്തുകയും ചെയ്തു. അടുത്ത ഒളിമ്പിക്സിൽ വീണ്ടും നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷിന് ഒരു മെഡൽ കൂടി കിട്ടി. എന്നിട്ടും ഇവിടുത്തെ പണി പൂർത്തിയാക്കിയിട്ടല്ല. 2 ഒളിമ്പിക്സ് ഇതിനിടയിൽ കഴിഞ്ഞു. ഈ മുടക്കിയ 31 ലക്ഷം രൂപ ആർക്കും പ്രയോജനപ്പെടാതെ നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഫണ്ട് മുഴുവൻ പോകുന്നത്. പല പദ്ധതികൾ തുടങ്ങി വയ്ക്കും, ഒരിടത്തും എത്തുകയുമില്ല. പുതിയ പഞ്ചായത്ത് ഭരണസമിതി പഴയ പഞ്ചായത്ത് തുടങ്ങി വെച്ചതോ പാതിയിൽ നിർത്തിയിരിക്കുന്നതോ ആയ യാതൊരു പദ്ധതികളും തുടർന്ന് നടത്തില്ല എന്നൊരു രീതിയിലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് 31 ലക്ഷം രൂപ ഒരു അസ്ഥിപഞ്ജരം പോലെ, നോക്കുകുത്തി പോലെ ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. പഞ്ചായത്ത് ഓഡിറ്റോറിയം അതിനകത്താണ്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വൃത്തിഹീനമായി കാക്കക്കാഷ്ടവും പ്രാവിൻ കാഷ്ടവും ഒക്കെ നിറഞ്ഞു കിടക്കുന്നു. ആ മുടക്കിയ പണവും ജനങ്ങൾക്ക് പ്രയോജനമില്ല. സർക്കാരും പഞ്ചായത്തുകളും പണം മുടക്കുന്നുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നില്ല. ഈ 31 ലക്ഷം രൂപ ഈ പഞ്ചായത്തിന്റെ ഫണ്ടല്ല, ഈ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ചെലവാക്കിയിരിക്കുന്നത്. ഈ നികുതി പണം തിരിച്ച് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ലഭ്യമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. എൻ്റെ അറിവിൽ ഈ കുന്നത്തുനാട് പഞ്ചായത്തിൽ ഒരു മാർക്കറ്റ് പോലുമില്ല, പൊതു ശൗചാലയങ്ങളില്ല. ഈ പഞ്ചായത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വങ്ങളിൽ പെട്ടതാണ് പൊതു ശൗചാലയങ്ങളും മാർക്കറ്റുകളും ഈ ബറിയൽ ഗ്രൗണ്ട്സ്, സംസ്കരിക്കുന്നതിനുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത്. പ്രാഥമികമായ പഞ്ചായത്തിൻ്റെ കർമ്മങ്ങൾ ഇവിടെ ഫലവത്തായി നടപ്പാക്കുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ഈ യോഗത്തിൻ്റെ കാരണം. 31 ലക്ഷം രൂപ പബ്ലിക് ഫണ്ട് വേസ്റ്റാക്കി. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മൾ ഈ പ്രതിഷേധ യോഗത്തെക്കുറിച്ച് നോട്ടീസ് കൊടുത്തിരുന്നു. കിഴക്കമ്പലത്തുള്ള എല്ലാ കടകളിലും നോട്ടീസ് കൊടുത്ത് യോഗ തീയതിയും പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ കുന്നത്തുനാട് MLA ബഹുമാനപ്പെട്ട ശ്രീനിജൻ 30 ലക്ഷം രൂപ അനുവദിച്ചതായിട്ട് പത്രവാർത്ത കണ്ടു. എൻ്റെ സംശയം, ഈ 30 ലക്ഷം രൂപ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന സ്കെലിറ്റന്റെ മേളിൽ പണി തീർക്കാനാണോ, അതോ അത് പൊളിച്ചു കളഞ്ഞ് പുതിയ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമോ? പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കാനാണെങ്കിൽ ഈ 30 ലക്ഷം രൂപ മതിയാവില്ല. ഇപ്പോഴുള്ള സ്കെലിട്ടനിൽ പുതിയൊരു സ്ട്രക്ചർ ചേർത്ത് അതിന് റൂഫും ലൈറ്റിങ്ങും ചെയ്തു കഴിഞ്ഞാൽ ഇതിന് എത്രമാത്രം ആയുസുണ്ടെന്ന് അറിയില്ല. തട്ടിക്കുട്ടി പെട്ടെന്നുണ്ടാക്കിയ ഒരു അസ്ഥികൂടമാണ് അത്. ആ അസ്ഥികൂടത്തിന്റെ ബലപരീക്ഷണം നടത്താതെ പെട്ടെന്ന് ഈ 30 ലക്ഷം രൂപ ചെലവാക്കി ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി അവർ പഞ്ചായത്ത് സമിതി മുതിരുമോ? അതോ MLA ഫണ്ട് വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിക്കുമ്പോൾ
31 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ മറ്റൊരു 30 ലക്ഷം കൂടി പൊതു ഫണ്ട് ദൂർത്തടിക്കപ്പെടുമോ? കൃത്യമായ ശക്തി പരീക്ഷണം നടത്തി അതിന് ബലമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അതിന്മേൽ ഇനി ഒരു പൈപ്പോ കമ്പിയോ പിടിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ നഷ്ടം 61 ലക്ഷം രൂപയാവും. നമ്മുടെ നികുതി പണം, നമ്മൾ കഷ്ടപ്പെട്ട് സർക്കാരിന് കൊടുക്കുന്ന നികുതി പണമാണ് ഇതുപോലെ വേസ്റ്റ് ആക്കുന്നത്. അത് മാത്രമല്ല, കൊച്ചിൻ റിഫൈനറി CSR ഫണ്ടിൽപ്പെടുത്തി ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 15 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി യാതൊരു ചർച്ചകളും ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നടന്നതായിട്ട് അറിയില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അവ്യക്തമാണ്. അതിനർത്ഥം പഞ്ചായത്ത് ഭരണസമിതി ഈ സ്റ്റേഡിയം പൂർത്തീകരിക്കുന്നതിനും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലും അത് നന്നാക്കി എടുക്കാം എന്നതിൻ്റെ യാതൊരു സൂചനകളുമില്ല. അപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയും അധികൃതരും തന്നെയാണ് ഈ പണം വേസ്റ്റ് ആക്കുന്നതിന് ഉത്തരവാദികൾ. അതിനവർ ഉത്തരം പറയേണ്ടതാണ്. മാത്രമല്ല, നമ്മൾ പ്രതിഷേധം സൂചന കൊടുത്തപ്പോൾ തന്നെ ധൃതി പിടിച്ച് അനുവദിച്ച 30 ലക്ഷം രൂപയും വേസ്റ്റ് ആകാൻ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കി പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കണം. തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കൂ, എന്നിട്ട് പുതിയ പദ്ധതികളും കൊണ്ടുവരൂ. പഞ്ചായത്തിന് പലതരത്തിൽ ഫണ്ട് കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. ആ ഫണ്ട് മുഴുവൻ ജനോപകാരപ്രദമായി ഉപയോഗിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസത്തിന് ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്കാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മാസങ്ങളായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സമുന്നത നേതാവ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. ജയിൽ മോചിപ്പിക്കാനായിട്ട് സുപ്രീം കോടതി ഇട്ട ഉത്തരവിൽ പറയുന്നത്, CBI എന്തിന് ഇക്കാര്യത്തിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം 22 മാസമായി അന്വേഷണം തുടങ്ങിയ കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ED ചാർജ് ചെയ്ത മറ്റൊരു കള്ളക്കേസിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേന്നാണ്. അപ്പോൾ 2 ജഡ്ജിമാർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം. ഒരു ജഡ്ജി പറഞ്ഞു അറസ്റ്റ് നിയമപ്രകാരമാണ്, തെളിവുണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ജഡ്ജി പറഞ്ഞു, ഭുയാൻ എന്ന ജഡ്ജി പറഞ്ഞു, ഈ അറസ്റ്റിന് യാതൊരു ന്യായീകരണവുമില്ല. കാരണം FIR ഇട്ടത് ഡൽഹിയിൽ തന്നെ എപ്പോഴും ഉണ്ടായിരുന്ന കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ 22 മാസം വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് ആ അറസ്റ്റ് ന്യായമല്ല, ആവശ്യവും ആയിരുന്നില്ല എന്ന കാരണം കൂടി പറഞ്ഞിട്ടാണ് കേജ്രിവാളിന് ഇന്ന് രാവിലെ 10:30 സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. അതിൻ്റെ കൂടെ കോടതി ഒരു ഒബ്സർവേഷനും കൂടെ നടത്തി. ഈ CBIയെ കുറിച്ച് സുപ്രീം കോടതി മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന്. ഇന്നത്തെ ജഡ്ജ്മെന്റിൽ അതും കൂടി ഉയർത്തി. CBIയുടെ അഭിഭാഷകനോട് പറഞ്ഞു, നിങ്ങളുടെ CBI കൂട്ടിലേക്ക് അടയ്ക്കപ്പെട്ട തത്തയല്ല എന്ന് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തെളിയേണ്ടതുണ്ട്. അപ്പോൾ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞു CBI ED സംവിധാനങ്ങളൊക്കെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തകളാണെന്ന്. ഈ തത്തകൾ എത്രയോ വർഷങ്ങളായി കൂട്ടിലടയ്ക്കപ്പെട്ടിട്ട് കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞു. തത്തകളെ കൃത്യമായി കൂട്ടിലടക്കപ്പെട്ടു. സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാക്കളെ അമർച്ച ചെയ്യുന്നതിനും ജയിലിലടയ്ക്കുന്ന പ്രവർത്തനത്തിൽ തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വെറും ഉപകരണങ്ങൾ മാത്രമായി ഈ EDയും CBIയും. ഇന്ന് ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം ഞങ്ങളുടെ പ്രിയ നേതാവ് ഏതാനും മണിക്കൂറുകൾക്ക് ജയിലിന് പുറത്തേക്ക് വരും. സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ പ്രഭാവം ഈ 2 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പ്രകടമാകും എന്നതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 21 ദിവസത്തേക്ക് അദ്ദേഹത്തെ സുപ്രീം കോടതി ജാമ്യത്തിൽ വിട്ടു. പക്ഷേ കേജ്രിവാൾ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല സുപ്രീം കോടതിയിൽ. എന്നിട്ടും ജാമ്യാപേക്ഷ ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ ഇടക്കാല ജാമ്യത്തിൽ 20 വർഷത്തേക്ക് വിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിൻ്റെ റിസൾട്ട് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ കാണാനായി. ഭരണ കക്ഷിയായ BJPയുടെ ശക്തി ഒരുപാട് ചോർന്നുപോയി. ഇപ്പോൾ BJP സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന 2 ഊന്നുവടികളുടെ സപ്പോർട്ടിലാണ്. ഈ ഊന്നുവടികൾ എന്ന് ഇളകുന്നുവോ, എന്ന് ഒടിയുന്നുവോ, അന്ന് സർക്കാർ നിലംപൊത്തും. എന്തായാലും കേജ്രിവാളിൻ്റെ നല്ല ദിവസങ്ങൾ, ആം ആദ്മി പാർട്ടിയുടെ നല്ല ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ യോഗം ഒരു പ്രതിഷേധ യോഗവുമാണ്, ഒപ്പം ആഹ്ലാദ പ്രകടന യോഗവുമാണ്. ഈ യോഗത്തിലേക്ക് സംബന്ധിക്കുന്നതിനായി വിവിധ വ്യക്തികൾ, ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ എത്തിയിട്ടുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാർ എത്തിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത് അവരെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയും എന്നതുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയാതെ അവരെ എല്ലാവരെയും, ഈ പ്രസംഗം കേൾക്കുന്ന, ഇതിന് കാതോർത്തിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ആം ആദ്മി പാർട്ടി.